ശാരീരിക വെല്ലുവിളികൾ ഫുട്ബോൾ കളിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിക്കാനായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കോഴിക്കോട് കുണ്ടായിത്തോടിലാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ പരിശീലനത്തിന് തുടക്കമായത്. ചെറിയ ചെറിയ നീക്കങ്ങളിലൂടെ പന്തിനെ കാൽപ്പിടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. മനസ്സാഗ്രഹിച്ചാലും ശരീരം താത്ത ഇവരെ പരിശീലിപ്പിക്കുന്ന വെല്ലുവിളിയാണ് മഴവില്ലെന്ന കൂട്ടായ്മയും യൂണിറ്റി FC ഏറ്റെടുത്തത്. അവരെ നമ്മൾ സോഷ്യലൈസ് ചെയ്യുക, അവർക്ക് വേണ്ട രീതികളിലേക്ക് ഒരു പുറത്തേക്ക് ഒറ്റയ്ക്ക് വരാനുള്ള, ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള ലീഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു അവസരത്തിലേക്ക് ഈ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഫുട്ബോൾ കളിയുടെ ലഹരിയിലേക്ക് വിദ്യാർത്ഥികളും എത്തിക്കഴിഞ്ഞു. ട്രെയിനിങ് ഒക്കെ നല്ല രസം, അടിച്ചുപൊളി. കൂട്ടുകാരെ കണ്ടപ്പോൾ നല്ല ചാരി. ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്കിപ്പോൾ അറിയാം എന്തിന് ഫുട്ബോൾ കളിക്കുമ്പോൾ ഒന്നും നോക്കത് തിരിഞ്ഞു നോക്കാൻ പാടില്ല, പന്ത് മാത്രമേ കളിക്കാൻ പാടുള്ളൂ. അത് ഏത് ചെയ്യാന്ന് വെച്ചാലും വിദ്യാർത്ഥികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി പരിശീലിപ്പിക്കുകയാണ് ഈ പരിശീലകർ. പലവരും പല രീതിയിലുള്ള കുട്ടികളെ വരിക, അവർക്കുള്ള അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളോ അവരോടൊന്നിച്ച് ഫൺ ഗെയിമും രസം അങ്ങനെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു ക്യാമ്പാണ്. എല്ലാവരും നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ചില കുട്ടികൾ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അവരുടെ പാരൻസായിട്ട് തന്നെ മിങ്കിൾ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ല രൂപത്തിൽ. ഇൻക്ലൂസീവ് സ്പോർട്സിന് സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ്ങും സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരിശീലന പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പരിശീലനത്തിലുള്ള സ്ഥലവും വിദ്യാർത്ഥികളെയും എത്തിച്ചാൽ കോഴിക്കോട് ഏത് ഭാഗത്തും പരിശീലനം നൽകാൻ ഈ സംഘം റെഡിയാണ്. മീഡിയ 1 കോഴിക്കോട്.